വ്യവസായ ലോകത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശൂർ ജില്ലയിലെ പുത്തഞ്ചിറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കെ കരുണാകരൻ മെമ്മോറിയൽ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി കേരളത്തിൽ ഗവൺമെന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച സ്പിന്നിംഗ് മില്ലുകളുടെ കൂട്ടത്തിൽ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ സാർ മാളയിലും ഒരു കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ആരംഭിക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞു. 5472 സ്പിൻഡിലുകളാണ് ഇപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നത്. ഏതാണ്ട് 40ഓളം തൊഴിലാളികൾ അവിടെ ജോലിയെടുക്കുന്നു. 3 ഷിഫ്റ്റും തുടർച്ചയായി പണിയെടുക്കുന്നു. ഒരു ദിവസം നമുക്ക് 1500 കിലോയിൽ കൂടുതൽ നൂല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഫുള്ളി ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഈ സ്പിന്നിംഗ് മിൽ കോട്ടൺ നൂലുകൾ നിർമ്മിച്ച് കൈത്തറി, പവർലൂം വ്യവസായങ്ങൾക്ക് നൽകി വരുന്നു. മേഖലയിലെ യുവതി യുവാക്കൾക്ക് മികച്ച തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനും സ്പിന്നിംഗ് മില്ലിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഉന്നത ഗുണനിലവാരമുള്ള പരുത്തി കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പ്ലാന്റിൽ എത്തിക്കുന്നതോടെ നൂലുണ്ടാക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. ദൃഢമായി കംപ്രസ് ചെയ്തു വരുന്ന കോട്ടൺ പാക്കേജുകളെ ബെയിൽ എന്നാണ് വിളിക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി പ്ലാന്റിലെത്തുന്ന ഓരോ ബെയിലിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് അവയെ ക്വാളിറ്റി പരിശോധനയ്ക്കായി കൺട്രോൾ റൂമിൽ എത്തിക്കുന്നു. ക്വാളിറ്റി കൺട്രോൾ റൂമിലെത്തിയ സാമ്പിളുകളെ ഒരു ട്രാഷ് സെപ്പറേറ്റർ മെഷീന്റെ സഹായത്തോടെ പരുത്തിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധമായ കോട്ടന്റെയും മാലിന്യത്തിന്റെയും തൂക്കം വെവ്വേറെ രേഖപ്പെടുത്തുന്നു. അടുത്തതായി മെറ്റീരിയൽ ഒരു ഹൈ വോളിയം ഇൻസ്ട്രുമെന്റ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നു. അത് ശുദ്ധമാക്കിയ കോട്ടൺ വിശകലനം ചെയ്യുകയും ഫൈബറിന്റെ ശക്തി, നീളം, മൈക്രോ ഫൈബർ കണ്ടന്റ്, ഷെയ്ഡ്, നിറം, ഈർപ്പം തുടങ്ങിയ പ്രധാന വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഈ ഗുണനിലവാര പരിശോധനകൾ ഉറപ്പുവരുത്തിയ ശേഷമേ നൂലുൽപാദനം ആരംഭിക്കുകയുള്ളൂ. നൂലുൽപാദനത്തിന്റെ ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾ ബെയിൽ തുറന്ന് അവയെ ബെയിൽ പ്ലക്കർ മെഷീൻ ട്രാക്കിലേക്ക് നിരത്തുന്നു. അവിടെ നിന്നും പ്ലക്കർ മെഷീന്റെ സഹായത്തോടെ അവയെ ചെറിയ നാരുകളാക്കി വലിച്ചെടുത്ത് പൈപ്പുകൾ വഴി ബ്ലോറൂം മെഷീനിലേക്ക് എത്തിക്കുന്നു. ഒരു തവണ ആരംഭിച്ചു കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് മുഴുവൻ ബെയിൽസിനെയും ഈ രീതിയിൽ ബ്ലോറൂം മെഷീനിലേക്ക് മാറ്റുന്നു. വലിച്ചെടുക്കുന്ന കോട്ടൺ നാരുകളിൽ നിന്നും യന്ത്രസഹായത്തോടെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നാരുകളെല്ലാം ഒരേ ദിശയിൽ വരുന്ന രീതിയിൽ അവയെ ഒരു ബെഡ് രൂപത്തിൽ ക്രമീകരിക്കുന്നു. ഈ കോട്ടൺ ബെഡിനെ ലാപ്പ് എന്നാണ് വിളിക്കുന്നത്. നാരുകൾ സങ്കീർണമായ കാർഡിംഗ് പ്രക്രിയയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ വെച്ച് നാരുകൾ വയർ കവേർഡ് റോളറുകളിൽ കൃത്യമായി ക്രമീകരിച്ച് ഒരു ഷീറ്റ് രൂപത്തിലായി മാറുന്നു. ഈ പ്രക്രിയ പാരലലൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാർഡിംഗ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ശുദ്ധമായ പരുത്തി കാർഡഡ് സ്ലൈവർ എന്നറിയപ്പെടുന്ന ഒരു കയർ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. പിന്നീട് കയർ രൂപത്തിലേക്ക് മാറിയ കോട്ടൺ സ്ലൈവർ ക്യാനുകളിലേക്ക് ശേഖരിക്കുന്നു.
ക്യാനുകൾ ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സിനായി ഡ്രോ ഫ്രെയിം മെഷീനിലേക്ക് മാറ്റുന്നു. ഇതുവഴി ശേഖരിക്കുന്ന കാർഡഡ് സ്ലൈവർ ഡ്രാഫ്റ്റിംഗ് പ്രക്രിയയിലൂടെ കറങ്ങുന്ന ബ്രഷുകൾ വഴി കടത്തിവിട്ട് ചെറിയ നാരുകൾ അവയിൽ നിന്ന് നീക്കം ചെയ്ത് കാർഡഡ് സ്ലൈവറിന്റെ ഗുണമേന്മയും ശക്തിയും വർദ്ധിപ്പിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ കടന്നു വന്ന സ്ലൈവർ 4000 മീറ്റർ എന്ന നിശ്ചിത നീളത്തിൽ അവയെ വലിയ ക്യാനുകളിലേക്ക് മാറ്റുന്നു. ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സ് വഴി കൃത്യമായ നീളത്തിൽ ശേഖരിച്ച ക്യാനുകളെ രണ്ടാമത്തെ ഡ്രാഫ്റ്റിംഗ് മെഷീനിലേക്ക് മാറ്റുന്നു. മുൻപ് നടന്ന രീതിയിൽ ഡ്രാഫ്റ്റിംഗ് പ്രോസസ്സ് വഴി സ്ലൈവറിന് കൂടുതൽ ബലവും ഗുണമേന്മയും ലഭിക്കുകയും പിന്നീട് അവയെ ചെറിയ ക്യാനുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. രണ്ടു വട്ടം ഡ്രാഫ്റ്റിംഗ് പൂർത്തിയായ സ്ലൈവർ ക്യാനുകൾ സിംപ്ലെക്സ് മെഷീനിലേക്ക് മാറ്റുന്നു. ഈ യന്ത്രം വിദഗ്ധമായി
കാർഡഡ് സ്ലൈവറിനെ കൃത്യതയോടെ ശുദ്ധീകരിച്ച് റോവിംഗ് ആക്കി മാറ്റുന്നു. നാരുകളെ സമാന്തരമായി വിന്യസിക്കുകയും അവയെ ട്വിസ്റ്റ് ചെയ്ത് അവയുടെ കനം കുറച്ച് നൂലിൻ്റെ ശക്തിയും സ്ഥിരതയും ഉറപ്പാക്കുകയും ചെയ്യുന്നു. അവസാന ഘട്ടത്തിൽ സിംപ്ലെക്സ് മെഷീൻ റോവിനുകളെ മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന ബോബിനുകളിലേക്ക് ചുറ്റിയെടുക്കുന്നു. ഈ ബോബിനുകളാണ് പിന്നീട് സ്പിന്നിംഗ് മെഷീനിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പ്രക്രിയയിൽ എല്ലാം തന്നെ ഒരു റോബോട്ടിക് ക്ലീനിംഗ് മെഷീൻ ആവശ്യമില്ലാത്ത കോട്ടൺ മാലിന്യങ്ങളെ ശേഖരിച്ച് മാറ്റി ബോബിനിൽ ചുറ്റുന്ന റോവിനുകളുടെ ക്വാളിറ്റി ഉറപ്പാക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച അളവിലുള്ള ദൈർഘ്യത്തിലെത്തിയാൽ ബോബിന്റെ ചുറ്റൽ നിർത്തപ്പെടുന്നു. പിന്നീട് തൊഴിലാളികൾ ഇവ ശേഖരിക്കുകയും കാലിയായ പുതിയ ബോബിനുകൾ മെഷീനിലേക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കേടുപാടുകൾ ഒന്നും സംഭവിക്കാത്ത ബോബിനുകൾ ശേഖരിച്ച് അവയെ സ്പിന്നിംഗ് പ്രോസസ്സിനായിട്ടുള്ള മെഷീനിലേക്ക് മാറ്റുന്നു. നൂൽ ഉൽപ്പാദിപ്പിച്ച് വരുന്ന വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, തിരിനൂൽ. പുകയില്ലാത്ത തിരിനൂൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് വേസ്റ്റാക്കി നമ്മളൊന്ന് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ മറ്റു ചിലർക്ക് കൊടുക്കുകയോ ചെയ്യുന്ന ആ പ്രക്രിയ കേരളത്തിലെ നമ്മുടെ ഈ കമ്പനിയുടെ ചുറ്റുപാടുമുള്ള തൊഴിലില്ലാത്ത വനിതകൾക്ക് ഒരു തൊഴിൽ സംരംഭമാണ്. അവർക്ക് ഞങ്ങൾ ഈ വേസ്റ്റ് കോട്ടൺ കൊടുക്കുകയും അവർ വീട്ടിലിരുന്ന് തിരിനൂലാക്കി നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. ഞങ്ങൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ടേബിളും അങ്ങനെ വരച്ചിടും. അതിനുശേഷം 20 ലെയറായിട്ട് വയ്ക്കും. 100 തിരിയാണ് ഒരു പാക്കറ്റിലേക്ക് ആവശ്യമുള്ളത്.
വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു തൊഴിലാണിത്. ഒരു ദിവസം 1 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു 24-25 തിരിയോളം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എണ്ണം വെച്ച് കട്ട് ചെയ്ത് 100 തിരിയാക്കിയിട്ട് ലേബലിൽ വെച്ചിട്ട് കവറിലിട്ട് പാക്ക് ചെയ്യും.